Welcome back to my channel. BYD Build Your Dream. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡാണല്ലേ BYD. BYD അവരുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിളായ BYD Seal കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ കൊച്ചിയിൽ, ഞാനിപ്പോൾ ഉള്ളത് BYD കൊച്ചിയിലാണ്, കൊച്ചിയിലെ ഷോറൂമിൽ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വാക്ക് അറൗണ്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ BYDയുടെ ഏറ്റവും പുതിയ സീൽ എന്ന് പറയുന്ന BYD ഇലക്ട്രിക് വാഹനത്തിന്റെ ഒരു വാക്ക് അറൗണ്ട് വിശേഷങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഇതാണ് BYD സീൽ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സെഡാൻ മോഡൽ ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത്. വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ഇലക്ട്രിക് വാഹനത്തിന്റെ സെഗ്മെന്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം ഒരു എലമെന്റ്സ്, ലക്ഷറി എലമെന്റ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്ത് കാണാൻ പറ്റും. പിന്നെ BYD ഇതിന് അവകാശപ്പെടുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഓഷ്യൻ ഇൻസ്പയർഡ് ആയ ഡിസൈൻ എന്നാണ് ഈ ഒരു വാഹനത്തെ മൊത്തത്തിൽ ഒരു ഡിസൈൻ അവകാശപ്പെടുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു എക്സ് എലമെന്റോട് കൂടിയ ഒരു എക്സ് ഡിസൈനോ ഒരു എക്സ് പാറ്റേണോട് കൂടിയ ഒരു ഫ്രണ്ട് ഫേസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഡബിൾ യുന്റെ ഷേപ്പിൽ 2 LED ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എല്ലാം തന്നെ നമുക്ക് വളരെ പരിചിതമായിരിക്കും തോന്നുന്നു. എവിടെയെങ്കിലും കണ്ട ഒരു ഫേസ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഈ ഒരു ഫേസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് DRLും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും കൂടി ചേർന്ന ഒരു മൾട്ടി ഫംഗ്ഷനിങ് DRL സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ഇത് ഒരു DRL യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. DRLന്റെ ഒരു ബാക്കി ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇതും ഒരു ഓഷ്യൻ ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ് ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു BYD അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ BYD എന്നുള്ള ഒരു വലിയൊരു ലോഗോ യൂണിറ്റ് നമുക്ക് ഫ്രണ്ടിൽ കാണാം. വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ്, ഒരു ഡിഫ്യൂസർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് എലമെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ സെൻസിങ് വൈപ്പേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ സീൽ എന്ന് പറയുന്ന BYDന്റെ സീൽ ഇലക്ട്രിക് വാഹനത്തിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ ലെങ്ത് 4800 mm ആണ് ഇതിന്റെ ഒരു ഓവറോൾ ലെങ്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2960 mm ആണ് ഇതിന്റെ ഒരു വീൽ ബേസ്. അതുപോലെ തന്നെ 145 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു 19 ഇഞ്ച് ടയർ സൈസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ആ ഒരു സെയിം ഒരു ഡിസൈൻ നമുക്ക് ആ ഒരു ടയറിൽ കാണാൻ പറ്റും. 235/45 R19 എന്നുള്ള ഒരു ടയർ പ്രൊഫൈലാണ് ഇതിന്റെ ഒരു പ്രൊഫൈൽ പറയുന്നത്. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് ഒരു ഡിസൈൻ എലമെന്റ് ആണ്. BYD ഡിസൈൻ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിയർ വ്യൂ മിറർ അതിന്റെ ഒരു ഷേപ്പും വാട്ടർ ഡ്രോപ്പ് ഷേപ്പ് എന്നാണ് BYD ഈ ഒരു ഷേപ്പിനെ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ താഴേക്കും ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ ഒരു ലക്ഷറി എലമെന്റ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു സംഗതിയാണ് ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, പോപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. കീല സെൻട്രൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. BYDന്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു പെനോരമിക് റൂഫാണ് കൊടുത്തിരിക്കുന്നത്, സൺറൂഫ്. ഫ്രണ്ടിലൊരു കാര്യം മറന്നു, ഈ 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ റിയർ വ്യൂ മിററിലും ആ ഒരു ക്യാമറ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഇതാണ് ആ ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ചാർജിങ് പോർട്ടിൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 വിധത്തിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാണ് BYD സീലിന്റെ ഒരു റിയർ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വലിയൊരു ഗ്ലാസ് യൂണിറ്റ് കാണാം. ഡീഫോക്കസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BYD എന്നുള്ള ഒരു വലിയൊരു ബാഡ്ജും കൂടെ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയ ടെയിൽ ലാമ്പ് ട്രീറ്റാണ് വന്നിരിക്കുന്നത്. ഫുൾ ഒരു LED ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. കുറെ ഡോട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ടെയിൽ ലാമ്പിൽ വന്നിരിക്കുന്നത്.
അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ BYD ടെക് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ പാർക്കിംഗ് സെൻസേഴ്സ്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ്, അതുപോലെ തന്നെ ഡിഫ്യൂസസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിലാണ് ഡിഫ്യൂസസ് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോട്ടി ക്യാരക്ടർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഒരു വാഹനം 3 വേരിയന്റിൽ അവൈലബിൾ ആണ്. ഒരു ഡൈനാമിക്, പ്രീമിയം, അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറയും 3 വേരിയന്റിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം എല്ലാം തന്നെ പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം 3.0 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് BYD സീൽ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ C2B, സെൽ ടു ബോഡി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലാണ് ഇതിന്റെ ഒരു ബാറ്ററി പാക്ക് എല്ലാം തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ബോഡിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാറ്ററി പാക്കാണ് ഇതിൽ വന്നിരിക്കുന്നതെന്ന് ചുരുക്കം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വൺ ടച്ച് ആയിട്ട്, ഇലക്ട്രിക്കലി വൺ ടച്ച് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ബൂട്ടാണ് വന്നിരിക്കുന്നത്. ബൂട്ട് സ്പേസിലേക്ക് വരുവാണെങ്കിൽ 440 ലിറ്ററാണ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ ബൂട്ട് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴേക്കും ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാം. ഇതിന് താഴെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ. അതുപോലെ തന്നെ 2 ലാമ്പ് യൂണിറ്റ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു പോക്കറ്റ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് വൂഫേഴ്സ് ഇവിടെ കാണാം. ഡൈന ഓഡിയോ എന്നുള്ള ഒരു ബ്രാൻഡാണ് ഈ ഒരു വണ്ടിയുടെ ഫുൾ സ്പീക്കർ സിസ്റ്റം തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് വൺ ടച്ച് ആയിട്ട് ക്ലോസും ചെയ്യാം. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യുന്ന ടെയിൽ ഗേറ്റ് ആണ്. നമുക്ക് ഇന്റീരിയറിലേക്ക് നടക്കാം. ഞാൻ പറഞ്ഞ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. പോപ്പപ്പ് എന്ന രീതിയിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്ക് ഡോർ പാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു ലെതർ ട്രീറ്റ്മെന്റോടുകൂടി ഡോർ പാഡാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരുപാട് ലെതർ എലമെന്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇതൊരു അൽക്കണ്ടാറ മെറ്റീരിയലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്പീക്കർ സിസ്റ്റം, ഡോർ ഹാൻഡിൽസ് ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പവർ വിൻഡോ കൺട്രോളും കാര്യങ്ങളൊക്കെ, മിറർ കൺട്രോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ബൂട്ടിന്റെ ഓപ്പണിങ്ങിനുള്ള ഒരു ബട്ടൺ കാണാം. സ്പീക്കർ സിസ്റ്റം, അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ആ ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ലക്ഷറി സ്പോട്ടി ഇന്റീരിയർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. സീറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഫുൾ ഒരു ലെതർ ട്രീറ്റ്മെന്റോടുകൂടി സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. സ്പോട്ടി സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഹെഡ് റെസ്റ്റ് ഇൻക്ലൂഡഡ് ആയി ഒരു സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ ഭാഗത്തു നിന്നുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറിയിരുന്നാൽ ഇനി ഇന്റീരിയറിനെ കുറിച്ച് പറയുന്നത് ഒരു സ്പോട്ടി ഇന്റീരിയർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. സ്പോട്ടി ഒരു ലക്ഷറി ഡിസൈൻ ട്രീറ്റ്മെന്റ് ആണ് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അതും ഈ ഒരു സ്റ്റിയറിംഗിലാവട്ടെ എല്ലാം തന്നെ നമുക്കൊരു പ്രീമിയം ഫീലാണ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ തീം എല്ലാം കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഒരു ഡി ഷേപ്ഡ് ആയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ആ ഒരു സ്പോട്ടിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നടുവിലായിട്ട് BYD എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ഒരുപാട് അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ ഡിപ്പാർച്ചർ അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 10.25 ഇഞ്ചിന്റെ ഒരു ഫുൾ ഡിജിറ്റൽ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓരോ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നോർമൽ ഉണ്ട്, സ്പോട്ട് ആകുമ്പോൾ നമുക്ക് ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇക്കോയിലേക്ക് വരുമ്പോൾ നീല കളറായി. ഇങ്ങനെയാണ് നമുക്ക് ഒരു മോഡ് സെലക്ട് ചെയ്യുമ്പോഴുള്ള നമുക്ക് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഫ്രങ്ക് ഓപ്പൺ ആകുന്നുള്ള ഒരു സിമ്പിളാണ് കാണിക്കുന്നത്. ഈ ഒരു ഫ്രങ്ക് നമുക്ക് ഓപ്പൺ ആയി കിടക്കുകയാണെന്നുള്ളതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇനി ഈ ഒരു BYD സീലിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ്, വലിയൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു 15.6 ഇഞ്ചിന്റെ ഒരു ഫുൾ ഡിസ്പ്ലേ, ഒരു ടച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിന്റെ ഇന്റീരിയർ
പ്രത്യേകിച്ച് ഇന്ത്യയിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ടെസ്ലയുടെ ഒരു മോഡൽ ആയിട്ടാണ്. ടെസ്ല വണ്ടികളിൽ കാണപ്പെടുന്ന ഒരു വലിയൊരു സ്ക്രീനാണ് നമുക്ക് കാണുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രീനിന് മറ്റൊരു പ്രത്യേകത നിങ്ങൾ ചിലപ്പം കണ്ടു കാണും, കാണാത്തവർക്കരെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്ക്രീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേറ്റബിൾ ആയ ഒരു ഡിസ്പ്ലേ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് പോർട്രേറ്റ് ആക്കാം, അതുപോലെ തന്നെ വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലും ആക്കാം. നമുക്ക് റൊട്ടേറ്റബിൾ ആയ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ നമുക്ക് വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റും. നോ റീസെന്റ് ഓക്കെ അയ്യോ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ സ്പോട്ടിഫൈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ നമുക്ക് വയർലെസ്ലി നമുക്ക് ഈ ഒരു വണ്ടിയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് വയർലെസ് ആയിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു കോ പാസഞ്ചറിൽ ഫോൺ ചാർജ് ചെയ്യാനും ഇത് നമ്മുടെ ഡ്രൈവറിന് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു പാഡാണ്. വലിയൊരു പാഡാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വണ്ടികളിൽ ചെറിയൊരു പാഡായിരിക്കും, ഒറ്റ ഫോൺ ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് 2 ഫോൺ വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ എസിന്റെ കൺട്രോളാണ് വളരെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എസിന്റെ കൺട്രോളിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ എസിക്ക് അതായത് AC വെന്റ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സംഗതികളൊന്നും കാണുന്നില്ല. മറ്റു പല വണ്ടികളിലൊക്കെ നമുക്കൊരു ACന്റെ വെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനും സംഗതിയൊക്കെ വേണ്ടിയിട്ട് ഒരു സംഗതി ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റബിൾ ആയ ഒരു നോബ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഡിസ്പ്ലേയിലാണ് കാണുന്നത്. അതായത് ഇലക്ട്രിക്കലി നമുക്ക് ACന്റെ വെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോക്കസ് ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളുടെ ഫോക്കസിലേക്കാണ് ഈ ഒരു AC വെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്വിംഗ് ആണെങ്കിൽ കണ്ടോ, സ്വിംഗ് കണ്ടോ, പോന്നുണ്ടോ, കൊള്ളാല്ലേ, ഫ്രീ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് അങ്ങനെ പല ഒരു AC കൺട്രോൾ സംഭവം നമുക്ക് ഇവിടെ കാണാം. ഇപ്പൊ ഞാൻ വയർലെസ് ചാർജ് പാഡിന്റെ കാര്യം പറഞ്ഞു. ഇനി വീണ്ടും താഴേക്ക് വരികയാണ്. ഇതാണ് ആ ഒരു സെൻട്രൽ കൺസോൾ, അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ കൺസോളിന്റെ മെയിൻ സംഗതി എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് ആ ഒരു സെൻട്രൽ കൺസോളിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ നോബിലാണ് നമുക്ക് ആ ഒരു ഗിയർ ലിവർ അല്ലെങ്കിൽ ഗിയർ സെലക്ടർ നോബ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ഫാൻഡർ അല്ലെങ്കിൽ ACന്റെ കൺട്രോളാണ് കാണുന്നത്. ഇത് വണ്ടിയുടെ മറ്റ് സെറ്റിംഗ്സ്. ഈ ഒരു മോഡാണ് ഇതിന്റെ നേരത്തെ കാണിച്ച എക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന ആ മോഡ് സെലക്ട് ചെയ്യേണ്ട ഒരു ഭാഗം. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഹസാർഡ് ലാമ്പിന്റെ സ്വിച്ചും നമുക്ക് തൊട്ട് താഴെ കാണാം. വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇത് 2 കപ്പ് ഹോൾഡേഴ്സ്. ഇതാണ് നമ്മൾ ആ ഒരു BYD സീലിന്റെ കീ വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്ത ഷേപ്പോട് കൂടി ഒരു കീ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, അതിന് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആംറസ്റ്റ് യൂണിറ്റ്, വലിയൊരു ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു NFC സപ്പോർട്ടും ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു AC വെൻസ് എല്ലാം തന്നെ ഉണ്ടോ, ഒരു പ്രീമിയം ടച്ചോട് കൂടിയാണ്, അല്ലെങ്കിൽ പ്രീമിയം ഫീലിലാണ് ആ ഒരു AC വെൻസ് എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ആംബിയൻ ലൈറ്റ്, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആംബിയൻ ലൈറ്റ്, ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ വീണ്ടും മുകളിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ഡൈൻ ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറേഴ്സ്. പിന്നെ ലാമ്പ്, തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ ലാമ്പ് കാണാം. ടച്ച് സെൻസോട് കൂടിയ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈസറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിറർ ഉണ്ട്. കോ ഡ്രൈവർ സൈഡിൽ മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ അവിടെയും ഒരു മിററും ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു പ്രീമിയം ഫീൽ എന്ന് പറയുന്നത്. പിന്നെ പനോരമിക് സൺറൂഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മൂൺ റൂഫ്. കാരണം ഇത് തുറക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്കൊരു എയർ അല്ലെങ്കിൽ ഒരു വെളിച്ചം നമുക്ക് അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങ് ബാക്ക് വരെ ആ ഒരു മൂൺ റൂഫ് നമുക്ക് കാണാം. അങ്ങ് ബാക്ക് ആ ഒരു ഹെഡ്രസിന്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് കണ്ടത്. നമ്മുടെ തലേന്റെ ബാക്ക് വരെ നമുക്ക് ഈ ഒരു റൂഫ് ഫുൾ ഓപ്പൺ ആയി കിടക്കുകയായിരിക്കും. കൊള്ളാല്ലേ. അതുപോലെ തന്നെ സ്പ്രിംഗ് ലോഡറായ ഗ്രാബ് ഹാൻഡിൽസ്. പിന്നെ സീറ്റിന്റെ കാര്യം പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു സ്പോട്ടി എലമെന്റോടുകൂടി സീറ്റിംഗ് ആണ്. ഹെഡ് റെസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. BYDന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. 2 പാസഞ്ചറും അതുപോലെ തന്നെ
ഡ്രൈവർ സൈഡും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, ലെതർ സീറ്റ്സ് ആണ്. ഇതിന്റെ ഒരു സൈഡ് ബോർഡ്സെൽസ് എല്ലാം കണ്ടോ, ആ ഒരു സ്പോട്ട് വണ്ടിയിൽ, ഒരു സ്പോർട്സ് കാറിൽ എങ്ങനെയാണോ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പൊ BYD സീൽ 3 വേരിയന്റിലാണ് വന്നിരിക്കുന്നത്. ഡൈനാമിക്കിൽ ഏകദേശം 150 കിലോവാട്ട് പവറും 310 Nm ടോർക്കും, അതിന് തൊട്ട് മുകളിലെ വേരിയന്റ് പറയുന്നത് പ്രീമിയം 230 കിലോവാട്ട് പവറും അതുപോലെ തന്നെ 360 Nm ടോർക്കുമാണ് ആ ഒരു ഡൈനാമിക് എന്ന് പറയുന്ന വേരിയന്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി പെർഫോമൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 390 കിലോവാട്ട് പവറും അതുപോലെ തന്നെ 670 Nm ടോർക്കുമാണ് ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു വേരിയന്റിൽ ലഭിക്കുന്ന പവറും ടോർക്കും എന്ന് പറയുന്നത്. പെർഫോമൻസിൽ ഏകദേശം 0 to 100 എത്താൻ വെറും 3.8 സെക്കൻഡ് മതി. നേരെ മറിച്ച് ആദ്യത്തെ വേരിയന്റ്, അതായത് ബേസ് വേരിയന്റിൽ ഡൈനാമിക് എന്ന് പറയുന്ന വേരിയന്റിൽ ഏകദേശം 7 സംതിങ് സെക്കൻഡ്സ് വേണം 0 to 100 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെർഫോമൻസ് പറയുന്ന വാഹനത്തിൽ ഓൾ വീൽ ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രണ്ട് വേരിയന്റിൽ റിയർ വീൽ ഡ്രൈവ് ആണ് വന്നിരിക്കുന്നത്. പെർഫോമൻസിൽ ഏകദേശം 580 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. പക്ഷെ ഡൈനാമിക്കിൽ വരുമ്പോൾ 512ഉം അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത വേരിയന്റ് ആയ പ്രീമിയത്തിൽ വരുമ്പോൾ ഒരു 610 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് പെർഫോമൻസിൽ 580 ആണ്. കാരണം അത് ഓൾ വീൽ ഡ്രൈവ് ആണ്. അത്യാവശ്യം നല്ല അല്ലെങ്കിൽ സ്പോട്ട് ആ ഒരു ക്വിക്ക് റെസ്പോൺസ് ഒക്കെ ലഭിക്കുമ്പോൾ എല്ലാം തന്നെ കുറച്ചൊന്ന് ആ ഒരു റേഞ്ച് കുറയും. അപ്പൊ അതിന് 580. ഏറ്റവും കുറഞ്ഞ വേരിയന്റ് ഡൈനാമിക്കില് ഒരു 512 കിലോമീറ്റർ. തൊട്ടടുത്ത പ്രീമിയം എന്ന് പറയുന്ന വേരിയന്റിൽ 610 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു റേഞ്ച് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 3 വേരിയന്റിൽ പ്രൈസ് എന്ന് പറയുന്നത് 41 ലക്ഷം മുതൽ 53 ലക്ഷം വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. അതായത് ഡൈനാമിക്കിൽ 41 ലക്ഷവും പെർഫോമൻസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റിൽ ഏകദേശം 53 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഒക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഒരു ലെതർ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ലെതർ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ലെതർ എലമെന്റ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഉൾവശത്ത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെതറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ലക്ഷറി ഫീലും നമുക്ക് ഇരിക്കുമ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. അത് ഈ ഒരു സെൻട്രൽ കൺസോൾ നമുക്ക് നോക്കി തന്നെ വണ്ടി ഓടിച്ചാൽ ആ ഒരു ലക്ഷറി എലമെന്റ് ആണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഭാഗം തന്നെ എല്ലാം ഒരു ലക്ഷറി ഫീലിൽ നമുക്ക് ഇരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് BYD സീലിന്റെ ഫ്രണ്ടിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഫ്രണ്ടിലുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിയർ സീറ്റിലേക്ക് പോയി നോക്കാം. റിയർ സീറ്റിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് റിയർ സീറ്റ് പോയി ഇരുന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ റിയർ ഡോർ തുറക്കുമ്പോൾ റിയർ ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഈ ഒരു സെയിം ആ ഒരു ഫ്രണ്ടിൽ നമുക്ക് ഡോർ പാഡ് കണ്ട ഒരു സെയിം സംഗതി തന്നെയാണ് റിയറിലും വന്നിരിക്കുന്നത്. ഫുൾ ഒരു ലെതർ മെറ്റീരിയൽ, ഒരു അൽക്കണ്ടാർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോർ ഹാൻഡിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പിന്നെ പവർ വിൻഡോ കൺട്രോൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഒരു റിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പറയുന്നത്. 3 അഡ്ജസ്റ്റബിൾ ആയ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിൽ ഒരു ആംറസ്റ്റ് കാണാം. ഇതും ആ ഒരു ലെതർ സീറ്റിംഗ് അറേഞ്ച്മെന്റിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് കയറിയിരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഏകദേശം നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ലക്ഷറിയസ് ആയിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. 2 മൊബൈൽ ഫോൺ പോക്കറ്റ് ഹോൾഡറും അതുപോലെ തന്നെ തൊട്ട് താഴെ ഫയൽ പോക്കറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിയറിലേക്ക് 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള AC വെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ. തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇതൊരു ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ USB ടൈപ്പ് എയും ടൈപ്പ് സിന്റെ പോർട്ട് കാണാം. 2 ഒരു ആംബിയൻ ലൈറ്റിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അടച്ചു കഴിഞ്ഞാൽ വൃത്തിയിൽ അവിടെ ഇരിക്കും. പിന്നെ സെന്ററിൽ ഒരു ഹമ്പോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെന്റർ പാസഞ്ചറിൽ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ നടുവിൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. ഇപ്പോൾ ആംറസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 2 സീറ്റിലും നമുക്ക് ചൈൽഡ് സീറ്റ് ഹാങ്കറേജ് കൊടുത്തിട്ടുണ്ട് കാണാം. 2 സീറ്റിൽ നമുക്ക് ആ ഒരു ചൈൽഡ് സീറ്റ് ഹാങ്കറേജ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം അവിടെ. പിന്നെ 3 അഡ്ജസ്റ്റബിൾ ആയ ഹെഡ് റെസ്റ്റ്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു മൂൺ റൂഫ് ഉണ്ടോ, ഇങ്ങ അറ്റം വരെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ഫോബിക് ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടെയും ഒരു റീഡിംഗ് ലാമ്പ് ടച്ച് സെൻസിറ്റീവ് ആണ്. ഉണ്ടോ, ടച്ച് ചെയ്യുക പോവുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ലോഡർ ഗ്രാബ് ഹാൻഡിൽ.
ഈ ഒരു സ്പോട്ടി സീറ്റിന്റെ ഉള്ളിൽ കൂടെ ഇതാണ് ആ ഒരു സീറ്റിംഗ്, നമ്മളെ ഫ്രണ്ട് സീറ്റിന്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. ഒരു സ്പോട്ടി ഫീൽ നമുക്ക് റിയർ പാസഞ്ചറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു സംഗതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് കാണാം, കൊള്ളാല്ലേ. അതുപോലെ തന്നെ ഇതൊരു സെഡാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുഴിയിലാണ് ഇരിക്കുന്നത്. റിയർ പാസഞ്ചർ കുറച്ച് കുഴിയിലാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു സുഖമായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ സെഡാനിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അത്യാവശ്യം ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. യെസ്, ഇറ്റ് ഈസ് റിയലി ഗുഡ്. നിങ്ങൾക്ക് ഏത് സെഗ്മെന്റുള്ള വാഹനമാണ് ഇഷ്ടം എന്ന് പറയാം, അതൊന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് BYD എന്ന് പറയുന്ന BYDന്റെ ഏറ്റവും പുതിയ സീലിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ ഹുഡ് ഏരിയ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പോ നമുക്കൊന്ന് ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട് ഓപ്പൺ ചെയ്തതിന്റെ ഒരു ലിവർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ മുന്നത്തെ ഒരു ഹുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഫ്രണ്ട് ഏരിയ. അപ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇതിന്റെ അകത്തൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, കണ്ടോ. ഒരു 50 ലിറ്റർ ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിന്റെ അകത്തുണ്ട്. അതാണ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. മിക്ക ബാറ്ററി വണ്ടികളിലും കാണുന്ന ഒരു സംഗതിയാണ്. അതിന് മുകളിലായിട്ട് BYD എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ വൈപ്പർ വാഷർ ഫ്ലൂയിഡിന്റെ നിറയ്ക്കുന്ന ഒരു സംഗതിയാണ്. അടിപൊളിയല്ലേ. അപ്പൊ ഇതൊക്കെയാണ് BYDന്റെ പുതിയ വാഹനമായ സീലിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് വോക്ക് അറൗണ്ട് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത സെയിം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇതൊരു ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ കണ്ടേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായിട്ട് വീണ്ടും കാണുന്നവരിക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.